ഇന്നത്തെ വീഡിയോ പാലപ്പത്തിൻ്റെ റെസിപ്പിയെക്കുറിച്ചാണ്. അപ്പം പാലപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 3 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ തലേന്ന് വൈകിട്ട് അരച്ച് വെക്കത്തില്ല. എന്നാണോ ഉണ്ടാക്കുന്നത് അന്ന് രാവിലെയാണ് അരി ഞാൻ അരയ്ക്കുന്നത്. അതിനുവേണ്ടി തലേന്ന് രാവിലെ ഞാൻ അരി വെള്ളത്തിയിടും. 3 ഗ്ലാസ് അരി എടുത്ത് ഞാൻ വെള്ളത്തിൽ നന്നായിട്ട് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളത്തിയിട്ട് അതിനുശേഷം അത് വൈകിട്ട് ഞാനെടുത്ത് വീണ്ടും നന്നായിട്ട് കഴുകി ഒരു ഡപ്പയിലോട്ട് അത് ഫുള്ളും നന്നായിട്ട് ഇടഞ്ഞ് വാരിയെടുത്തിട്ട് അതിലോട്ട് കുറച്ച് ചോറിട്ടിട്ട് 1 ഗ്ലാസ് ചോറോളം കാണും അതിടും. അതിനുശേഷം പിന്നെ തേങ്ങ, ഞാൻ ഇത്രയും തേങ്ങ ചേർക്കത്തില്ല. ഇത് പിന്നെ കരിക്ക് കിട്ടിയോണ്ടാണ് ഇത്രയും ചേർത്തത്. കുറച്ച് തേങ്ങ ചേർക്കത്തുള്ളൂ. പിന്നെ അതിൻ്റെ വെള്ളം രാവിലെ എടുത്ത് പൊട്ടിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഈസ്റ്റും പഞ്ചസാരയും കൂടി ഇട്ട് വെച്ചേക്കും. ഇതിപ്പോൾ അന്നേരം പൊട്ടിച്ചതായതുകൊണ്ട് തേങ്ങാ വെള്ളം ഒഴിച്ചു. എന്നിട്ട് അതിലേക്ക് കുറച്ച് പിന്നെ ഈസ്റ്റ് ഒരു പിന്നെ ടീസ്പൂണിൻ്റെ ഒരു 1/4 അത്രയും ഈസ്റ്റ് ഇട്ടിട്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര, 1 സ്പൂൺ പഞ്ചസാര ഇട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കണം. വെള്ളവും കൂടെ ഒഴിച്ച് നമ്മൾ പിന്നെ തേങ്ങാവെള്ളം ഒഴിക്കുന്നുണ്ടെങ്കിൽ ഇത് പിന്നെ ഒരുമാതിരി നിരന്ന് കിടക്കത്തക്ക വിധത്തിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ വെള്ളം ഒഴിക്കണ്ട, ആ തേങ്ങാ വെള്ളത്തിൽ തന്നെ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അത് നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിങ്ങനെ തത്തിപ്പൊത്തി വെക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മണ്ടയ്ക്ക് തെളിഞ്ഞ് നിൽക്കത്തക്ക വിട്ട്, ഒത്തിരി അല്ല എന്നാലും ആവശ്യത്തിന് തെളിഞ്ഞ് നിൽക്കത്തക്ക വിധത്തിൽ നമ്മൾ വെള്ളം നിർത്തണം. അതിൽ ആ വെള്ളത്തിലായിരിക്കണം നമുക്ക് രാവിലെ അരച്ചെടുക്കാൻ. അങ്ങനെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കണ്ടല്ലോ, ജസ്റ്റ് ആ പാത്രം കഴുകിയെടുക്കുന്ന വെള്ളം മാത്രം മതിയായിരിക്കും. അപ്പോൾ അതിന് വേണ്ട വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ അത് അങ്ങനെ അടച്ച് വൈകിട്ട് തന്നെ വൈകിട്ട് വെച്ചിട്ട് പിറ്റേന്ന് രാവിലെയാണ് നമ്മൾ വീണ്ടും അതെടുക്കുന്നത്. ഇപ്പം രാവിലെ എടുക്കുന്നതെന്ന് വെച്ചാൽ പിന്നെ എപ്പോഴാണോ ഉണ്ടാക്കുന്നത് അതിന് 1 മണിക്കൂർ മുമ്പ് നമ്മൾ ഇതെടുത്ത് അരച്ചവിടെ വെച്ചിട്ട് വേണം പിന്നെ എന്നാലേ നമുക്ക് 1 മണിക്കൂറിന് ശേഷം അപ്പം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ രാവിലെ എണീറ്റ് നമ്മൾ അരി അരച്ച് വെക്കുകയാണ്. അപ്പോൾ അരി അരയ്ക്കുന്ന കൂട്ടത്തിൽ ലാസ്റ്റ് ട്രിപ്പ് അരയ്ക്കുന്നുണ്ടെങ്കിൽ അതിൽ ഉപ്പൂടെ ചേർത്ത്, അതിനാവശ്യമായ ഉപ്പൂടെ ചേർത്ത് വേണം അരച്ച് വെക്കാൻ. 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പിന്നെ മാവെല്ലാം റെഡിയായി. നമ്മൾ അപ്പം ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ കൂടെ കോമ്പിനേഷൻ കടലക്കറിയാണ് വെച്ചത്. അപ്പോൾ നല്ല കുത്തുള്ള ചൂട് പാലപ്പം, നല്ല സോഫ്റ്റി ആയിട്ടുള്ള പാലപ്പമാണ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് പുളിപ്പോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കത്തില്ല. കാരണം നമ്മൾ അന്നേരം അരച്ച് ഉണ്ടാക്കുന്നതായതുകൊണ്ട് നല്ല ടേസ്റ്റുമാണ്, നല്ല സോഫ്റ്റും ആയിരിക്കും. നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിരുന്നാലും അത് നല്ല സോഫ്റ്റായിട്ടിരിക്കും. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുകയും കമൻ്റ് ഇടുകയും വീഡിയോ ഷെയർ ചെയ്യുകയും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. നമ്മൾ പാലപ്പം എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നത് നോക്കിയേ. നല്ല കുത്തുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പവും കടലക്കറി, നല്ല കോമ്പിനേഷൻ അല്ലേ? എല്ലാവരും ട്രൈ ചെയ്യണേ. ഓക്കെ, ബൈ, സീ യു.